നമുക്ക് അത് നോക്കാം. ഇവിടെ ബോർഡ് വെച്ചേക്കുന്നുണ്ടോ? എന്താന്ന് വായിച്ചേ. ഇവിടെ കഴിഞ്ഞ ദിവസം രണ്ടൊരു കടയിൽ പോയതാണ്, ഇടിഞ്ഞു പോയി, ചിട്ടയടിഞ്ഞു പോയി. നമ്മളൊക്കെ എത്ര പറഞ്ഞാലും നമ്മൾ എത്ര ഉപദേശങ്ങൾ കൊടുത്താലും എത്ര ബോർഡ് വെച്ചാൽ ആൾക്കാർ കേൾക്കത്തില്ല എന്നുള്ളതാണ്. ഇവിടെ വെച്ചിട്ടുണ്ട് കടൽ പ്രക്ഷുബ്ധാവസ്ഥയായതിനാൽ ഇവിടെ പ്രവേശിക്കുന്നതും ഇരിക്കുന്നതും താൽക്കാലികം നിരോധിക്കുന്നു. അത് മാത്രമല്ല അവിടെ ഒരു കയറ് വലിച്ചിട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതും കണ്ടില്ലെങ്കിൽ ആ കയറ് വലിച്ചിട്ടിട്ട് നമ്മളെന്തായാലും ഒരു റെസ്ട്രിക്ഷൻ ആണെങ്കിലും ഉദ്ദേശിക്കുന്നത്. ഇനി അതും കഴിഞ്ഞില്ലെങ്കിൽ അവിടെ ഇടിഞ്ഞു കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതാരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല. അടുത്ത നമ്മൾ എല്ലാവരും കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട്. എല്ലാരും പോയി കണ്ടോ? എല്ലാരും ഒരു സെക്കൻഡ് വാ. അവിടെ ചെറുപ്പക്കാരെല്ലാം എല്ലാരും എല്ലാം വായിക്കാൻ അറിയാവുന്നവരല്ലേ? വാ ഇങ്ങോട്ട് വാ എല്ലാരും വാ. ഇവിടെ വന്ന എല്ലാരും വന്നിട്ട് പോയാൽ മതി. വാ. ഈ നമുക്കില്ലാത്ത ഒരു കാര്യം പറഞ്ഞിട്ടങ്ങ് വിട്ടേക്കാം. ഈ നമുക്കൊന്നും ഇല്ലാത്തൊരു കാര്യം എന്താണ്? ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യും. അതെല്ലാവർക്കും ഉള്ളതാണ്. ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യുക അല്ലേ? നമ്മളെ എല്ലാ കാര്യങ്ങളും ലംഘിക്കാനാണ് എല്ലാവർക്കും താല്പര്യം. നിയമങ്ങൾ അനുസരിക്കാൻ ആർക്കും ബാധകമല്ല, പക്ഷെ എല്ലാവർക്കും ലംഘിക്കാനാണ്. എനിക്ക് ഒരൊറ്റ കാര്യം കൂടെ നോക്കിയിട്ട് നിങ്ങൾ ഇവിടെ ഇതൊന്നും നോക്കിയേ. ഇതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോ. ഉറക്കൊക്കെ ഈ നമ്പർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എല്ലാവരും ഇവിടെ നോക്കിയേ. ഈ നമ്പർ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേളം വെക്കുന്നതിൽ ഒന്ന് കേക്ക്. 1930 കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മുടെ ചെറുപ്പക്കാരെല്ലാം കേൾക്കണം കേട്ടോ. ചെറുപ്പക്കാരെല്ലാം കേൾക്കണം. 1930 ഇതെന്താ പറയാ? സൈബർ ക്രൈം ടോൾ ഫ്രീ നമ്പറാണ്. നിരവധി സൈബർ ക്രൈമുകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു. ഇത്ര ആൾക്കാരുള്ളവരോട് പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ ഇതും കൊണ്ട് എല്ലായിടക്കും നടക്കുക. ഇന്നലെയും പത്രത്തിൽ 20 ലക്ഷം രൂപ ഒരു പയ്യനെ നഷ്ടപ്പെട്ടു. 20 ലക്ഷം രൂപ 10.85 കോടി രൂപയാണ് നമ്മുടെ കണ്ണൂരിൽ നിന്ന് മാത്രമായിട്ട് നഷ്ടപ്പെട്ടേക്കുന്നത്. ഈ സൈബർ ക്രൈം ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാരെ വിളിക്കേണ്ട നമ്പറാണിത്. 1930 ടോൾ ഫ്രീ നമ്പർ. ഇതെന്തിനാ ഇങ്ങനെ എഴുതിക്കൊണ്ട് നടക്കുന്ന അറിയാമോ? ഞങ്ങൾക്ക് തലയിൽ വണ്ടി വിടുന്നുണ്ടല്ല. കാരണം എന്താ? ഇത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് നിൽക്കും. ഒരാൾ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കത്തില്ല. പക്ഷെ ഇത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലിരിക്കും. 1930 1930 ഈ ടോൾ ഫ്രീ നമ്പറാണ്. ഈ സൈബർ ക്രൈം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാണ് സൈബർ ക്രൈം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ക്രൈമും എല്ലാ പ്രവൃത്തികളും സൈബർ ക്രൈമിൽ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക ആൾക്കാർ. ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആധാറും പാൻ കാർഡും ബാങ്കിൽ ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞ് മെസ്സേജ് വരും. വന്നിട്ടുണ്ടോ? എല്ലാവരും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം. ഉണ്ടോ? ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ലിങ്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നവർക്ക് ഇട്ടുകൊടുക്കണം. നിങ്ങൾ നേരിട്ട് എന്ത് ചെയ്യണം? ബാങ്കിൽ പോകണം. ബാങ്കിൽ പോകണ്ടേ? അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യും? ആരെങ്കിലും വിളിച്ചാൽ അവർക്ക് ഇട്ടുകൊടുക്കും. എന്നിട്ട് പറയും നിങ്ങളുടെ മൊബൈലിലേക്ക് ഇപ്പോൾ OTP വന്നിട്ടുണ്ട്, അത് പറഞ്ഞു കൊടുക്കാൻ പറയും. അപ്പൊ പറഞ്ഞു കൊടുത്താൽ എന്താ പറ്റുന്നേ? നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പൈസ അല്ല ആൾക്കാർ അടിച്ചുകൊണ്ട് പോകും. എന്നുവെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു മെസ്സേജ് വരികയോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുകയോ ചെയ്താൽ ഒരു കാരണവശാലും നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പോകരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് എന്ത് ചെയ്യണം? ബാങ്കിൽ പോകണം. രണ്ടാമത്തെ ഒരു സംഭവമാണ് ഈ സിം. ചെറുപ്പക്കാർക്കെല്ലാം അറിയാം. നിങ്ങളുടെ എല്ലാ സിം ഈ സിം ആക്കി തരാമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അല്ലേ? വിളിക്കുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ട്? വിളിക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ സിം ആക്കി തരാമെന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഈ സിം ആക്കിയുള്ള കുഴപ്പം എന്താണ്? നല്ല ക്ലാരിറ്റി കിട്ടുമെന്ന് പറഞ്ഞ ആൾക്കാർ വിളിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ സിം ആക്കണമെങ്കിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഇപ്പോൾ ഒരു OTP വരും. ആ OTP വന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ പറഞ്ഞു കൊടുത്താലോ ഈ സിം ആക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. അത് പറഞ്ഞു കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മൊത്തം ആരാണോ ചോദിക്കുന്ന അയാൾക്ക് എന്നുവെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒരു കാരണവശാലും പറഞ്ഞു കൊടുക്കരുത്. ലോൺ ആപ്പ് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ഉണ്ട്. ഇല്ലാത്തവരുണ്ടെങ്കിൽ കൊച്ചു പിള്ളേർ മാത്രമാണ് ഇല്ലല്ലേ? ഈ വാട്സാപ്പും ഫേസ്ബുക്കും പിന്നെ ഇൻസ്റ്റാഗ്രാമിനും നിങ്ങൾക്ക് ധാരാളം ലോൺ തരാമെന്നും പറഞ്ഞ് മെസ്സേജ് വരുന്നുണ്ടോ? കണ്ട ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. ആരെങ്കിലും അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ? ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വരുന്നത് എന്താണ്? അതിനകത്തൊരു KYC ഫില്ല് ചെയ്യാൻ പറയും. നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഇട്ട് കൊടുക്കാൻ പറയും. അതെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യും. അടുത്തൊരു സുഹൃത്തിന്റെ ഫോൺ നമ്പർ കൊടുക്കാൻ പറയും. നിങ്ങൾക്ക് 16,500 50,000 ആവശ്യത്തിനുള്ളത് അവർ 6,000 രൂപ അവരുടെ പിന്നെ പ്രിലിമിനറി ചെലവെടുത്തതിനായിട്ട് ഇട്ട് തരും. അടുത്ത കൃത്യം 6-ാം ദിവസമാകുമ്പോൾ പൈസ ഇട്ട് കൊടുക്കാൻ പറയും. ഇട്ടുകൊടുത്തില്ലെങ്കിൽ ചെയ്യുന്ന എന്താണ്? നിങ്ങളുടെ ആ തലയുണ്ടല്ലോ ഫോട്ടോയിലെ, ആ തല വേറെ നഗ്നമായ ബോഡിയായിട്ട് ഫിറ്റ് ചെയ്തിട്ട് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കും. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഒരു കുടുംബത്തിലെ 5 പേര് ആത്മഹത്യ ചെയ്തു. പത്രം ചോദിച്ചായിരുന്നോ? വായിച്ചു. അപ്പൊ അത് ഒരു എന്താണ്? തട്ടിപ്പാണ്. അപ്പൊ ലോൺ ആപ്പ് ഒരു കാരണവശാലും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യരുത്. അതിനകത്ത് കയറി ഞെക്കരുത്. ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡ് ചെറുപ്പക്കാർക്കെല്ലാം അറിയാം. ട്രേഡിംഗ് അല്ലേ? ട്രേഡിംഗ് നേരത്തെയൊക്കെ ആടും മാഞ്ചിയവും പിന്നെ തേക്കും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്താണ്?
മണി ചെയിൻ തട്ടിപ്പും സ്വർണ്ണ ബോണ്ട് തട്ടിപ്പും ഹൈറിച്ച് തട്ടിപ്പും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ ട്രേഡിംഗ് നമ്മുടെ ബിറ്റ് കോയിൻ തട്ടിപ്പ് പോലെ ഉള്ള തട്ടിപ്പുകളാണ്. ഇതിനകത്തൊക്കെ കയറി അതെല്ലാം ആൾക്കാർ എങ്ങനെയാണ് നമ്മളെ മുതലെടുക്കുന്നത്? നമ്മളെല്ലാം ഗ്രീഡി പീപ്പിളാണ് അല്ലേ, ആർത്തിയുള്ള ആൾക്കാരാണ്. ഒന്നിട്ട് കഴിഞ്ഞാൽ രണ്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അപ്പം ചാടി വിടും, വീഴത്തില്ലേ? എല്ലാവരും അങ്ങനെയാണ്. ഒരു കാരണവശാലും ചാടി വീഴരുത്. ഇൻവെസ്റ്റ്മെന്റ് തട്ടിപ്പെന്ന് പറഞ്ഞ് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. അടുത്താണ് പാൻ കാർഡ്. നമ്മുടെ പാൻ കാർഡ് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ചെയ്യരുത്. കാരണം എന്താ, ആധാറും പാൻ കാർഡും നിങ്ങളുടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെ അറിയാൻ പറ്റും? നിങ്ങളുടെ എവിടെയൊക്കെ അക്കൗണ്ട് ഉണ്ട്, ഏതൊക്കെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, എവിടെയൊക്കെ സ്വത്തുണ്ടെന്നുള്ള കാര്യം അറിയാൻ പറ്റും. ഒരു കാരണവശാലും കൊടുക്കും. അടുത്താണ് ഐഡന്റിറ്റി. നമ്മുടെ ഐഡന്റിറ്റി എന്തോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ആധാറും പാൻ കാർഡും ലൈസൻസും പാസ്പോർട്ടും എല്ലാം നമ്മുടെ ഐഡന്റിറ്റിയാണ്. നമ്മുടെ ഐഡന്റിറ്റി വേറെ